നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്കുള്ള മാർക്കറ്റ് ദിസ് വീക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീക്കെൻഡൊക്കെ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വീക്കെൻഡൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിലേക്ക് ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ടിങ്ങിലൊക്കെ മോശപ്പെട്ട പ്രകടനമാണ് നമ്മുടെ മാർക്കറ്റ് കാഴ്ചവെച്ചത്, പ്രധാനമായും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൊണ്ട്. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ വന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന പോസിറ്റീവ് ന്യൂസിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിലും US മാർക്കറ്റിലൊക്കെ വലിയ ഒരു റാലി കാണുവാനായിട്ട് തന്നെ സാധിച്ചിരുന്നു, ഇൻക്ലൂഡിങ് ഗ്ലോബൽ മാർക്കറ്റില്. അതിന്റെ ഫലമായി തന്നെ 1.6% നേട്ടത്തോടു കൂടിയായിരുന്നു നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നേട്ടമാണ് കൈവരിക്കാൻ ഇടയായത്. അതുപോലെ തന്നെ ഇന്ത്യ വിക്സിലും ഇടിവ് കാണുവാനായിട്ട് സാധിച്ചു. 14 എന്ന ലെവലിന് താഴെയായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുക ഉണ്ടായത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഹ്യൂജ് ബൈയിങ് ആണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. 7,940 കോടി രൂപയിലേറെ. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങള് 3,049 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയുണ്ടായി. തുടർച്ചയായി 3 മാസം മാർച്ച്, ഏപ്രിൽ, മെയ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നെങ്കിൽ, ജൂൺ മാസം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നത് നെറ്റ് സെല്ലിംഗിലേക്ക് അവർ മാറുന്നതായിട്ടാണ്. പക്ഷെ വെള്ളിയാഴ്ചത്തെ ഹ്യൂജ് ബൈയിങ്ങോട് കൂടിയിട്ട് നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയുണ്ടായി. ഇതൊക്കെയായിരുന്നു വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്നോടം വരെ. ഇനി ഈ ആഴ്ചത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായും നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് 9 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 9 ഘടകങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാവരും ഇന്ന് രാവിലെ അറിഞ്ഞിട്ടുണ്ടാകും, US ഭാഗത്തു നിന്നും ഇറാനെതിരെ, പ്രത്യേകിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ വന്ന അറ്റാക്ക്. അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മൾ വാർത്തകൾ വഴിയും പല പല മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങളൊക്കെ അത് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. അറ്റാക്കിന്റെ റിസൾട്ടുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ട് വരും. മാർക്കറ്റിലെ അവസ്ഥ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രേഡേഴ്സിനെയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെയും കണ്ടുപഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ട്രേഡേഴ്സ് കണ്ടുപഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീക്കെൻഡുകളിൽ അല്ലെ ഹോളിഡേ ഒക്കെ വരുമ്പോൾ ആരും പൊസിഷൻസ് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. കാരണം എസ്പെഷ്യലി വീക്കെൻഡ്സിൽ. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള താരിഫ് നയങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നത് മൂലം തന്നെ അങ്ങനെയൊക്കെ പ്രത്യേകിച്ചുള്ള സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നിങ്ങൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ പാടുള്ളതല്ല. എസ്പെഷ്യലി ലോകത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ബാഡ് ന്യൂസ് എന്തെങ്കിലും ഒഫീഷ്യലി വരികയാണെങ്കിലും വീക്കെൻഡ്സിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന 9 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് തന്നെയാണ്, ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ. അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് ഈ ഒരു ഘടകം ആയിരിക്കും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കാൻ പോകുന്നത് US മാർക്കറ്റിന്റെ പ്രകടനം തന്നെയാണ്. കാരണം ഇന്നത്തെ US ഇറാനെതിരെയുള്ള അറ്റാക്കും ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും അതും അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കും. അത് നമ്മുടെ മാർക്കറ്റിലും വരുന്ന ആഴ്ചയിൽ റിഫ്ലക്റ്റ് തീർച്ചയായിട്ടും ആകും. അത് പിന്നെ പുതിയ താരിഫ് നയങ്ങളും അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം IPOs തന്നെയാണ്. 13 IPOs ആണ് ഈ ആഴ്ച പല പ്ലാറ്റ്ഫോംസിലായിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് HDFC ബാങ്കിന്റെ NBFC ആയ HDFC ഫിനാൻഷ്യലിന്റെ ലിസ്റ്റിംഗ് ആണ്. ഏകദേശം 16,000 കോടി രൂപ മൂല്യം വരുന്ന IPOs ആണ് ലോഞ്ച് ആകാൻ വേണ്ടി പോകുന്നതും. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് സെൻസെക്സിൽ നമ്മൾ കണ്ടു അടുത്ത ആഴ്ച മുതൽ സ്റ്റോക്സ് ഒക്കെ റീഷഫിൾ ചെയ്തിട്ടുണ്ട്.
ടാറ്റ ഗ്രൂപ്പ്സിന്റെ ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും 2 പുതിയ സ്റ്റോക്കുകൾ ബെഞ്ച്മാർക്ക് ഇൻഡെക്സിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതേസമയം നെസ്ലെ ഇന്ത്യ, ഇൻഡസ് ഇൻ ബാങ്കും അതിന് പകരമായിട്ട് ഇൻഡെക്സിൽ നിന്നും മാറ്റിയിട്ടും ഉണ്ട്. സോ ഇതിന്റെ ഒരു ഇമ്പാക്റ്റും ഈ ആഴ്ചത്തെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അഞ്ചാമതായിട്ട് കോർപ്പറേറ്റ് ആക്ഷൻസ് തന്നെയാണ്. നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളുടെയും തന്നെ Q4 റിസൾട്ടുകൾ എല്ലാം തന്നെ പൂർത്തിയായി. ഇനി കുറച്ച് കമ്പനികളുടെ വരുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിനെ കാര്യമായി ബാധിക്കുന്ന സ്റ്റോക്കുകളുടെ അല്ല. പക്ഷെ ഈ ആഴ്ച പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ആകുന്നുണ്ട്. ഡിവിഡൻസിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ആഴ്ചത്തെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആറാമതായിട്ട് തീർച്ചയായിട്ടും വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തന്നെയായിരിക്കും. കാരണം അവരാണല്ലോ ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ തന്നെ നിർണയിക്കുന്നത്. ഈ 2 കൂട്ടരുടെയും പ്രവൃത്തികൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യണം. ഇനി ഏഴാമതായിട്ട് ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഈ വർഷം 2025 നിഫ്റ്റിയുടെ റെക്കോർഡ് ഹൈ ക്ലോസിങ് 25,147 ആയിരുന്നു. പക്ഷേ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിഫ്റ്റിക്ക് 25,100 മുകളിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നിഫ്റ്റിക്ക് 25,000 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അടുത്ത ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാം. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഒന്നും ടെക്നിക്കൽ പ്രകാരം ഒരിക്കലും വർക്ക് ആവുകയില്ല. എട്ടാമതായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വ്യാപാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ മാറ്റിമറിക്കാം. വീക്ക്ലി ബേസിസിലെ നേട്ടം നോക്കുമ്പോൾ 14 പൈസയുടെ നേട്ടം ഇന്ത്യൻ രൂപ വെള്ളിയാഴ്ചത്തെ നേട്ടത്തോടു കൂടി നേടി. 9ാമതായി ഫൈനലായിട്ടും അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും. ഒരു മാസം കൊണ്ട് 10% വർധനവാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അടുത്ത ആഴ്ചത്തെ ട്രേഡിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇനി നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ജൂൺ 23-ാം തീയതി, അതായത് നാളെ തിങ്കളാഴ്ച ഡിവിഡൻ നൽകുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നാളെയാണ് ഈ പറയുന്ന സ്റ്റോക്കുകളുടെയൊക്കെ എക്സ് ഡിവിഡൻഡ് ഡേറ്റും റെക്കോർഡ് ഡേറ്റുമായിട്ട് പരിഗണിക്കുന്നത്. മുൻകൂട്ടി പറയട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ധാൽമിയ ഭാരത് 5 രൂപ ഡിവിഡൻ പെർ ഷെയർ നൽകുന്നുണ്ട്. ഡൈനാമിക് കേബിൾസ് 50 പൈസ പെർ ഷെയർ ഡിവിഡൻ നാളെ നൽകുന്നുണ്ട്. GNA ആക്സൽസ് 3 രൂപ ഡിവിഡൻ പെർ ഷെയർ നാളെ നൽകുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 24 രൂപ പെർ ഷെയർ ആണ് ഡിവിഡൻ നൽകുന്നത്. കാൻസായി നെറോലാക് പെയിന്റ്സ് 3 രൂപ 75 പൈസ പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നത്. കൽപാത്രു പ്രോജക്ട്സ് 9 രൂപ പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നത്. സമാവർദ്ധന മദർസൺ 35 പൈസ പെർ ഷെയർ ആണ് ഡിവിഡൻഡ് നാളെ നൽകുന്നത്. മദർസൺ സുമി വയറിംഗ് ഇന്ത്യ 35 പൈസ ഡിവിഡൻഡ് പെർ ഷെയർ ആണ് നാളെ നൽകുന്നത്. ഏവർക്കും നല്ല ഒരു ആഴ്ച നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.